Hi students, it's me Srirak, your physics teacher. Welcome back to my online physics class. So our next chapter is equations of motion. Okay. So ഇതൊരു മാത്തമാറ്റിക്കൽ ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ് എന്താണ് മാത്സ് ആണ് വരുന്നത്, കൂടുതൽ തിയറികളൊന്നും വരുന്നില്ല. ഓക്കെ, ഒരുപാട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. മാത്തമാറ്റിക്സ് ചെറിയ ഐഡിയകളൊക്കെ വേണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻ ദ ഫസ്റ്റ് പേജ് ഓഫ് അവർ ചാപ്റ്റർ there is a conversation between a boy and girl. The girl is said that this coconut tree is very tall. Is there any way to find its height? അതായത് ഒരു കോക്കനട്ട് ട്രീ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കോക്കനട്ട് ട്രീ എന്തൊരു ടോൾ ആണല്ലേ, എന്തൊരു വലിയ കോക്കനട്ട് ട്രീ ആണ്, ഇതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ എന്തെങ്കിലും വേ ഉണ്ടോ, വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. സോ ആ ബോയ് പറയുന്നതാണ്, ഐ ക്യാൻ provided the time taken by the coconut to reach the ground is given. അല്ലെ, ഒരു കോക്കനട്ട് താഴേക്ക് വീഴുന്നുണ്ട്. സോ ആ കോക്കനട്ട് വീഴുന്ന ടൈം തന്നാൽ ഈ കോക്കനട്ട് ട്രീയുടെ ഹൈറ്റ് ആ ബോയ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഐ ക്യാൻ എന്നാ പറയുന്നത്, അവനെ കൊണ്ട് സാധിക്കും എന്നാ പറയുന്നത് അല്ലെ. സോ ആ ഗേൾ എന്താ ചിന്തിക്കുന്നത്, ഹൗ ക്യാൻ ഹി ഡു ദാറ്റ്, എങ്ങനെയാണ് അവനത് സാധ്യമാകുന്നത്? സോ നിങ്ങൾക്കുണ്ടാവും അല്ലെ ആ സംശയം. അതായത് ആ തേങ്ങ വീഴുന്ന ടൈം കിട്ടിയാൽ എങ്ങനെയാണ് ആ തെങ്ങിന്റെ അഥവാ ആ കോക്കനട്ട് ട്രീയുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റുക? സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് മെഷർ ചെയ്യുക, ടൈം, വെലോസിറ്റി, ഇതൊക്കെ മെഷർ ചെയ്യാം. ഓക്കെ, അതായത് മൊത്തത്തിലൊരു മാത്തമാറ്റിക്കൽ ചാപ്റ്റർ ആണ്. കുറെ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ക്ലിയർ? നിങ്ങൾ ഫസ്റ്റ് പേജിൽ കാണുന്നുണ്ടാവും ഒരു കോക്കനട്ട് ട്രീ, അതുപോലെ തന്നെ ഒരു കോക്കനട്ട് അതിൽ നിന്ന് താഴേക്ക് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇതാണ് നമ്മുടെ ഫിഗർ. ക്ലിയർ? സോ അവിടെ സൈഡിൽ ഫിഗർ 2.1 എന്ന് കൊടുത്തിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടൈം, വെലോസിറ്റി അല്ലെ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടേബിൾ 2.1 ഉണ്ട്, ഫിഗർ 2.1 ഉണ്ട്. ഫിഗർ 2.1 എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു ഭാഗത്ത് ടൈം, ഒരു ഭാഗത്ത് വെലോസിറ്റി. അതായത് 0s, 1s, 2s, 3s, 4s എന്ന് താഴേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് 0 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ഇതൊക്കെ അല്ലെ? ടൈം, വെലോസിറ്റി രണ്ടും നിങ്ങൾക്ക് അറിയാം, 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച സംഗതിയാണ് അല്ലെ. സോ 0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ടൈം 0 ആയിരിക്കുമ്പോൾ, അതായത് ആ തേങ്ങ വീണിട്ടില്ല, തെങ്ങിന്ന് ഞെട്ടറ്റ് വീണിട്ടില്ല. ക്ലിയർ? അപ്പോൾ റെസ്റ്റിലാണ്. സോ 0 സെക്കൻഡ്, ടൈം 0 ആണ്, വെലോസിറ്റി 0 ആണ്, കാരണം അത് വീണിട്ടില്ല. ടൈം 1 സെക്കൻഡ് ആയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് തേങ്ങ ഞെട്ടറ്റ് വീണിട്ട് 1 സെക്കൻഡ് ആയി. സോ ആ 1 സെക്കൻഡ് കൊണ്ട് അതിന്റെ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അത് 2 സെക്കൻഡ് ആയപ്പോഴോ 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. എത്ര സ്പീഡിലാണ് വരുന്നത് അല്ലെ? 2 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ ഒരു തേങ്ങ വരുന്ന അത്ര സ്പീഡിലാണ്. 3 സെക്കൻഡ് ആയപ്പോഴോ 30 മീറ്റർ പെർ സെക്കൻഡ്, സ്പീഡ് വീണ്ടും കൂടി. 4 സെക്കൻഡ് ആയപ്പോ 40 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? അതായത് ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് കൂടി വരികയാണ് അതിന്റെ വെലോസിറ്റി. ക്ലിയർ? സോ ഇവിടെ അത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ടേബിൾ 2.1 നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാ വരുന്നത്? ടൈം എസ് അല്ലെ, ടൈമിന്റെ യൂണിറ്റ് എസ് സെക്കൻഡ് ആണ്. സോ ടൈം സെക്കൻഡ്, അതുപോലെ തന്നെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സോ ടൈം 0 ആവുമ്പോൾ വെലോസിറ്റി 0, ടൈം 1 സെക്കൻഡ് ആവുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആണ്, ടൈം 2 സെക്കൻഡ് ആവുമ്പോൾ വെലോസിറ്റി 20, 3 ആവുമ്പോൾ വെലോസിറ്റി 30, 4 സെക്കൻഡ് ആവുമ്പോൾ വെലോസിറ്റി 40 അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ? സോ ഇവിടെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് സ്റ്റോൺ ഈസ് അപ്രോക്സിമേറ്റഡ് ടു 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻസ്റ്റെഡ് ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ. ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് G ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? അതായത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതായത് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് വെച്ചാൽ ഒരു തേങ്ങ വീഴുന്ന ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. ക്ലിയർ? അതായത്
എർത്ത് അതിന്റെ സെന്ററിലേക്ക്, എർത്തിന്റെ അട്രാക്ഷൻ കാരണം താഴേക്ക് വീഴുന്ന എന്തൊരു ബോഡി എന്താണ്? ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്. ദാറ്റ് ഈസ് ഒരു കോക്കനട്ട് ട്രീന്ന് കോക്കനട്ട് വീഴുന്നത്, ഒരു മാംഗോ ട്രീന്ന് മാംഗോ വീഴുന്നത്, ആപ്പിൾ വീഴുന്നത്, ഇതൊക്കെ എന്താണ്? ഫ്രീലി ഫാളിംഗ് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? അതായത് എന്തുകൊണ്ട് അത് താഴേക്ക് വീഴാതെ മുകളിലോട്ട് പോകുന്നില്ല? ന്യൂട്ടൺ ചിന്തിച്ച പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് അതിനെ ആര് അട്രാക്ട് ചെയ്യുന്നുണ്ട്? എർത്ത് അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? സോ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിലാണ് എന്ത് അത് മൂവ് ചെയ്യുക? ഏതൊരു ബോഡിയും ഫ്രീ ഫാൾ ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുള്ള അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. സോ ഇത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? 10 മീറ്റർ/സെക്കൻഡ് ആയിട്ടാണ്, മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ്. ആക്സിലറേഷൻ എന്താ? നമുക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ആക്സിലറേഷൻ അല്ലെ, ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം. ക്ലിയർ? സോ 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. സോ നമ്മള് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് എടുത്താൽ മതി? 10 എന്ന് എടുത്താൽ മതി. കാരണം കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി എന്താണ്? 10 എടുക്കുമ്പോഴാണ്. കാരണം അവിടെ പോയിന്റ് വരുന്നത്. സോ നമുക്ക് എന്താക്കി എടുക്കാം? 9.8 നിന്ന് 10 ആക്കി കൺസിഡർ ചെയ്യും. ക്ലിയർ? സോ അതാണ് പറയുന്നത്. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അടുത്ത പേജില്. ഹൗ മച്ച് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി സ്റ്റോൺ ഹിയർ? ഇനീഷ്യൽ വെലോസിറ്റി u എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി മുതൽ നമ്മൾ ചാപ്റ്റർ ഉടനീളം നമ്മൾ പഠിക്കാം. കുറച്ച് ടേമുകൾ ഞാൻ ഇപ്പൊ തന്നെ പരിചയപ്പെടുത്തി തരാം. ഇനീഷ്യൽ വെലോസിറ്റി, അതായത് തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ ഒരു ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ദാറ്റ് ഈസ് u. മറക്കണ്ട, സ്മോൾ ലെറ്റർ v. നെക്സ്റ്റ് വൺ ഫൈനൽ വെലോസിറ്റി, അതായത് അവസാനത്തിലുള്ള വെലോസിറ്റി, അവസാനിക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി നമ്മൾ സ്മോൾ ലെറ്റർ v വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സ്മോൾ ലെറ്റർ v. സോ ചാപ്റ്ററിൽ ഇനി ഞാൻ u എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും, ഫൈനൽ വെലോസിറ്റി v ആയിരിക്കും. അതുപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ a. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ a എന്ന ലെറ്റർ കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുക. ക്ലിയർ? സോ ഇത്രയാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ചാപ്റ്ററിൽ നമ്മൾ ചില ടേമുകൾ. ഇനി അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ g ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഗ്രാവിറ്റേഷൻ എന്ന ടേമിൽ നമ്മൾ g എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? സോ ഈ കോക്കനട്ടിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അഥവാ u എത്രയെന്ന് ചോദിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ഫസ്റ്റ് വെലോസിറ്റി, തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ/സെക്കൻഡ് അല്ലെ. നെക്സ്റ്റ് വൺ, വാട്ട് അബൌട്ട് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി? ഫൈനൽ വെലോസിറ്റി എത്രയാ? അവസാനിക്കുമ്പോഴുള്ള വെലോസിറ്റി എത്രയാ? 40 മീറ്റർ/സെക്കൻഡ്. സോ ഇതിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ക്യാൻ യു ഫൈൻഡ് ദ ആക്സിലറേഷൻ? അതായത് 4 സെക്കൻഡ് ആയിരിക്കുമ്പോൾ, 4 സെക്കൻഡ് ആയിരിക്കുമ്പോൾ, അവസാനിക്കുമ്പോഴുള്ള അതിന്റെ ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ആക്സിലറേഷൻ a ഈക്വൽ ടു എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ, വെലോസിറ്റിയിലുള്ള മാറ്റം. ചേഞ്ച് ഇൻ വെലോസിറ്റി ടൈം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിവൈഡ് ബൈ ടൈം അല്ലെ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാ? അതായത് ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഫൈനൽ, അതായത് അവസാനിക്കുള്ള വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ. സോ ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാം? v എന്ന് എഴുതി കൂടെ, v മൈനസ് u എന്ന് എഴുതി കൂടെ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഡിവൈഡ് ബൈ ടൈമിന് ഞാൻ t എന്ന് കൊടുത്തു. പുറത്തേക്ക് ഇനി ടൈമിന് ഞാൻ t എന്ന് പറയുന്ന, അതായത് സ്മോൾ ലെറ്റർ t എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ a ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി v, സ്മോൾ ലെറ്റർ v ഡിവൈഡഡ് ബൈ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ u ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ t അല്ലെ. സോ ഇതാണ് ആക്സിലറേഷൻ അല്ലെ. ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. a ഈക്വൽ ടു v മൈനസ് u ബൈ t. സോ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഇവിടെ v എത്രയാണ്?
v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി എത്രയാണ് 40 മീറ്റർ പെർ സെക്കൻഡ്. a equal to 40 minus u of 0 divided by ടൈം എത്രയാ 4 സെക്കൻഡ് അല്ലെ 4 സെക്കൻഡിലാണ് അവസാനിച്ചത്. സോ 4 സെക്കൻഡ് ആവുമ്പോഴുള്ള അതായത് 4 സെക്കൻഡിലുള്ള ആക്സിലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്. സോ ടൈം 4 സെക്കൻഡ്. സോ ആക്സിലറേഷൻ ഈക്വൽ ടു 40 മൈനസ് 0 അല്ലെ എത്രയാണ് 40. സോ 40 ഡിവൈഡഡ് ബൈ 4 സെക്കൻഡ് 40 by 4 എത്രയാ 10. സോ acceleration equal to 10. So acceleration a equal to 10 meter per second square. Okay. So ആ കോക്കനട്ടിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 meter per second square ആയിരിക്കും. സോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റോൺ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു ആ ഫിഗർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ക്ലിയർ? അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതായത് ആ ബോയും ഗേളും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു കോക്കനട്ട് ട്രീ ഉണ്ട്, ഒരു കോക്കനട്ട് ഫാൾ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ വേറെ സ്റ്റോണിന്റെ ഫ്രീ ഫാൾ ആണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ഇൻഫർമേഷനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും എന്താണ് ഫ്രീ ഫാൾ ആണ്. ക്ലിയർ? സോ സ്റ്റോൺ ആയാലും കോക്കനട്ട് ആയാലും ഒക്കെ എന്താണ് സെയിം ആണ്. സോ എന്ത് മനസ്സിലാക്കുക, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. നമുക്ക് തന്ന ഇൻഫർമേഷൻ കാണുന്നത് ഓരോ ടൈമിലും അതിനുള്ള വെലോസിറ്റി ചേഞ്ച് തന്നിട്ടുണ്ട്. സോ 4 സെക്കൻഡ് ആകുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലെ. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടിയത്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് a equal to v minus u by t. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. സോ ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോകും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഞാൻ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോ അതൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ a equal to v minus u by t. സോ ഞാൻ എന്ത് ചെയ്തു, t ഡിവൈഡ് ബൈ t എന്നുള്ളത് ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഈക്വാലിറ്റി ഇപ്പുറത്ത്. സോ എന്താവും, മൾട്ടിപ്ലൈ ബൈ എന്നാവും അല്ലെ. ഡിവൈഡ് ബൈ എന്നുള്ളത് ഈക്വാലിറ്റി ഇപ്പുറത്ത് എത്തുമ്പോൾ മൾട്ടിപ്ലൈ ബൈ എന്നാവും. സോ a into t equal to v minus u. സോ എനിക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, v ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. സോ ഞാൻ ഈ v നെ ഞാൻ ഇവിടെ നിർത്തി, അതായത് ഈക്വാലിറ്റിക്ക് അപ്പുറത്ത് v നെ നിർത്തി. ഈ മൈനസ് u നെ ഞാൻ എന്ത് ചെയ്തു, ഈക്വാലിറ്റിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ മൈനസ് u നെ ഈക്വാലിറ്റിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ സൈൻ മാറും അല്ലെ, ഓപ്പോസിറ്റ് സൈൻ ആവും. സോ പ്ലസ് u ആവും അല്ലെ. സോ പ്ലസ് u ഇവിടെ എന്താണ്, at അല്ലെ. a into t that is at. So v equal to u plus at. ഒന്ന് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് v equal to u plus at. Okay, so v equal to u plus at. Clear? So this is our first equation of motion. First equation of motion. First equation of motion. Clear? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ. മോഷന്റെ ഇക്വേഷൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് v equal to u plus at എന്നാണ്. v equal to u plus at. സോ ഇതാണ് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ? സോ our next topic is graph. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടിവികളിലും പത്രങ്ങളിലും ഒക്കെ നമുക്ക് ഗ്രാഫുകൾ കാണാൻ പറ്റും. കാരണം എത്ര വലിയ ഡാറ്റയാണെങ്കിലും നമുക്ക് ആ ഡാറ്റയൊക്കെ നമുക്ക് ചെറിയൊരു ഗ്രാഫിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും, അഥവാ നമുക്ക് വരയ്ക്കാൻ പറ്റും. ക്ലിയർ? എത്ര വലിയ ഡാറ്റയാണെങ്കിലും, എത്ര വലിയ കാൽക്കുലേഷൻ ആണെങ്കിലും, എത്ര വലിയ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാറ്റയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. ക്ലിയർ? സോ ഒരു ഗ്രാഫിന്റെ യൂസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. സോ എന്തിനാണ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഗ്രാഫിന്റെ പ്രത്യേകത, പ്രോപ്പർട്ടീസ്? ഓക്കെ, അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ് വരയ്ക്കാൻ. സോ ഗ്രാഫിന്റെ ബേസിക് കാര്യങ്ങൾ വരെ ഞാനിവിടെ പറയുന്നുണ്ട്. ക്ലിയർ?
സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 2 ഫിഗർ കാണാൻ പറ്റും. 2 ഗ്രാഫുകൾ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലിയർ? ഫസ്റ്റ് വൺ ഗ്രാഫ് 1 ഫിഗർ 2.2 എ, അതുപോലെ തന്നെ ഫിഗർ 2.2 ബി, ഗ്രാഫ് 2 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാഫില് നിങ്ങൾ കാണുന്നത് ഒരു വേൾഡ് പോപ്പുലേഷന്റെ ഗ്രാഫാണ്. വേൾഡ് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ, വേൾഡ് പോപ്പുലേഷൻ, ലോക ജനസംഖ്യ, വേൾഡ് പോപ്പുലേഷൻ. We know that India's population growth is, India's population is 130 crore. 130 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 130 crore ആണ് അല്ലെ. സോ ഇൻ വേൾഡ് ആണെങ്കിലോ, വേൾഡിൽ അബൌട്ട് 800, 750, 750 കോടി 800ഓട് അടുത്ത് നിൽക്കുകയാണ് ഇപ്പോ. ഇപ്പോ ഒരുപാട് കൊറോണ കാരണം ഒരുപാട് പേര് മരിച്ചുപോയി. സോ ഇനി പുതിയ കണക്കുകൾ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യാറുണ്ട്, സെൻസസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തിന്, ജിയോഗ്രഫി, അതുപോലെ ഹിസ്റ്ററി, അതിലൊക്കെ നിങ്ങൾ പഠിക്കും. ക്ലിയർ? സോ ഇപ്പോ നിലവില് നമ്മുടെ ഇന്ത്യയില് അബൌട്ട് 130 കോടി ജനങ്ങളുണ്ട്. ക്ലിയർ? നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. സോ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് നമുക്ക് ചെറിയൊരു ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓരോ വർഷവും എത്ര കോടി ജനങ്ങളാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എത്ര കോടി ജനങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തും കൂടി വരുന്നത് നമുക്കൊരു ചെറിയൊരു ഗ്രാഫിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേൾഡ് പോപ്പുലേഷന്റെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് പോപ്പുലേഷൻ ബ്രാക്കറ്റിലെ ബില്യൺ, ബില്യണിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് ഇയർ, ഓരോ വർഷമാണ് കൊടുത്തിട്ടുള്ളത്. സോ സ്റ്റാർട്ടിംഗ് ഈസ് 1950, 1950, 1950 മുതൽ 2050 അല്ലെ, 2050 വരെയുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. സോ 2050 ആകുമ്പോഴേക്കും എത്ര പോപ്പുലേഷൻ ഉണ്ടാവും, പറയാം, എത്ര ബില്യൺ പോപ്പുലേഷൻ ഉണ്ടാവും വേൾഡില്? 9 ബില്യൺ. ആലോചിക്കുക, 9 ബില്യൺ പോപ്പുലേഷൻ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക നമ്മുടെ ലോകത്ത്, നമ്മുടെ വേൾഡില്. ക്ലിയർ? സോ 2050, 2050. സോ 1950 എത്രയായിരുന്നു നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്? ഓൺലി 3 ബില്യൺ. ക്ലിയർ? 3 ബില്യൺ ആയിരുന്നു നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് 1950, 1950. ക്ലിയർ? സോ എത്ര വർഷം മുന്നേ? 70 വർഷം മുന്നേ. സോ നൗ ഈസ് 2020 അല്ലെ, ഇത് 2020, 2020 ആണ്. ക്ലിയർ? സോ 70 years before there are only 3 billion population in the world. നമ്മുടെ വേൾഡിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് only 3 billion ആയിരുന്നു. സോ ടുഡേ, ഇന്ന് 2020 എത്ര? സോ ഹിയർ there are 1950, 1960, 70, 80, 90 and 2000, 2010, 2020 അല്ലെ. ഞാൻ പറഞ്ഞ ഓരോ 10 ഇയർ കൂടുമ്പോഴാണ് എന്തെടുക്കാറ്, പോപ്പുലേഷൻ ഗ്രോത്തിന്റെ സെൻസസ് എടുക്കാറ്. ക്ലിയർ? സോ 2020 സെൻസസ് ഉണ്ടായിരുന്നു അല്ലെ. ഈ കൊറോണ കാരണം എന്താണ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. സോ 2020 നമ്മുടെ ഇതെന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ 7.5, 750 കോടി. അപ്പൊ 1 ബില്യൺ എന്ന് പറഞ്ഞ എത്രയാണ്? 100 കോടിയാണ്. ക്ലിയർ? 1 ബില്യൺ ഈക്വൽ ടു 100 crores. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. സോ 7 ബില്യൺ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. 2020 എത്രയാണ്? 7 ബില്യൺ കഴിഞ്ഞിട്ടുണ്ട്. 7 കഴിഞ്ഞിട്ടുണ്ട്, 8ലേക്ക് 8 ബില്യൺ ആയിട്ടില്ല. സോ 2020 എടുക്കുകയാണെങ്കിൽ, 2020 എടുക്കുമ്പോൾ നമ്മൾ ആ ഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ എത്രയാണ് കിടക്കുന്നത്? 7 ബില്യൺ ആണോ? അല്ല, 7 ബില്യൺ കഴിഞ്ഞിട്ടുണ്ട്, ബട്ട് 8 ബില്യൺ ടച്ച് ചെയ്തിട്ടില്ല. സോ എബൌട്ട് എത്ര നമ്മളെ പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്? എബൌട്ട് 750, 750 crores ഒക്കെയാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. 1 ബില്യൺ ഈക്വൽ ടു 100 crores. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 crores ആണ്, 100 കോടിയാണ്. ക്ലിയർ? സോ എബൌട്ട് 2025 ഒക്കെ ആവുമ്പോൾ, 2025 ഒക്കെ ആവുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്? 8 ബില്യൺ ആയിരിക്കും. വേൾഡ് പോപ്പുലേഷൻ 8 ബില്യൺ അഥവാ 800 ബില്യൺ, 800 കോടി ജനങ്ങളായിരിക്കും വേൾഡിൽ ഉണ്ടായിരിക്കുക. സോ കൊറോണ കാരണം കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. സോ അതിന് വേരിയേഷൻ ഒക്കെ സംഭവിക്കാം. ക്ലിയർ? സോ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? വേൾഡ് പോപ്പുലേഷൻ എത്ര വർഷം മുതലേ, അതായത് ബിഫോർ 70 years, അതായത് 70 വർഷം മുന്നേ ഉള്ള പോപ്പുലേഷൻ മുതൽ ഇനി അങ്ങോട്ട് ഒരു 30 ഇയർ കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ വരെ നമുക്ക് ഈ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ. സോ അത് എത്ര വേണമെങ്കിലും നമുക്ക് ലാർജ് ആക്കാം, അതുപോലെ തന്നെ ഇത് റെഡ്യൂസ് ചെയ്യാം. ക്ലിയർ? സോ ഗ്രാഫിൽ നമുക്ക് എത്ര അതിലെ ഇയർ മാറ്റിയാൽ മതി. ഇവിടെ ഇന്റർവെൽ എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇയർ ആണ് അല്ലെ. 1950, then 1960, then 1970. സോ 10 ഇയർ ആണ് നമ്മൾ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ ബില്യൺ ആണെങ്കിലോ 1 ബില്യൺ, 2 ബില്യൺ, 3 ബില്യൺ, 4 ബില്യൺ, 10 ബില്യൺ വരെ. ക്ലിയർ? സോ അവിടുത്തെ ഡിഫറൻസ് എന്താണ്? 1 ബില്യൺ ആണ്. ക്ലിയർ?
സോ ഈ ഡിഫറൻസ് ചേഞ്ച് ആക്കിയാൽ നമുക്ക് എത്ര വർഷം വരെയുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അഥവാ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഗ്രാഫിന്റെ യൂസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഗ്രാഫ് നമുക്ക് അത്രയും വലിയ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുക. ക്ലിയർ? സോ എത്ര വലിയ ഇൻഫർമേഷൻസും ഡാറ്റകളും നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാം, ഒരു ഗ്രാഫില് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? സോ വേൾഡ് പോപ്പുലേഷന്റെ ഗ്രാഫ് കൊടുത്തിട്ടുള്ളത് അവിടെ പോപ്പുലേഷൻ ഇയർ അതാണ്. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ലിങ്ക് എന്താണ്, ഇയർ ദെൻ പോപ്പുലേഷൻ അല്ലെ. ഇയറും പോപ്പുലേഷൻ ആണ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ്. ദെൻ ദർ ഇസ് അനദർ ഗ്രാഫ് എന്താണ്, റൺസ് ഓവർ. അപ്പൊ അതെന്താണ്, ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട അല്ലെ, ക്രിക്കറ്റ് പ്ലേയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഒരു ഭാഗത്ത് റൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് ഓവർ എന്ന് കൊടുത്തിട്ടുണ്ട് താഴെ അല്ലെ. സോ ഇവിടുത്തെ ഇൻഫർമേഷൻ ലിങ്ക് എന്താണ്, ഓവർ ആൻഡ് റൺസ് അല്ലെ. സോ ഗ്രാഫ് 1ലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ച പോപ്പുലേഷൻ ഗ്രാഫിൽ, വേൾഡ് പോപ്പുലേഷൻ ഗ്രാഫിൽ നമുക്ക് ഗ്രാഫ് 1 അല്ലെ, ഗ്രാഫ് 1ൽ ഉള്ള ഇൻഫർമേഷൻ എന്തായിരുന്നു, ഇൻഫർമേഷൻ ലിങ്ക് പോപ്പുലേഷൻ ആൻഡ് ഇയർ. ക്ലിയർ? പോപ്പുലേഷൻ ആൻഡ് ഇയർ ആയിരുന്നു ഗ്രാഫ് 1ലുള്ള നമുക്കുള്ള ഇൻഫർമേഷൻ. ദെൻ ഗ്രാഫ് 2 ഒരു ക്രിക്കറ്റ് ഗ്രാഫാണ് അല്ലെ. ഗ്രാഫ് 2 എന്തായിരുന്നു, റൺസ്, അവിടെ നിന്നുള്ള റൺസ്, ദെൻ ഓവർ, ഓരോ ഓവറിലും കിട്ടുന്ന റൺസ് ആണ് അവിടെ കൊടുത്തിട്ടത് അല്ലെ. ഗ്രാഫ് നോക്കി കാണാൻ പറ്റും നമുക്ക്. സോ ഇവിടെയുള്ള ഇന്റർവെൽസ് എന്താണ്, ഓവർ 1 ഓവർ 2 ഓവർ 3 ഓവർ അങ്ങനെ 20 ഓവർ വരുന്നുണ്ട് അല്ലെ. ഒരു 20-20 മാച്ച് ആണിത്. ക്ലിയർ? ഒരു 20-20 മാച്ചിന്റെ റൺസിന്റെ ഓവർ വേഴ്സസ് റൺസിന്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെയുള്ള ഇന്റർവെൽ എന്താണ്, 1 ഓവർ അല്ലെ. ഓവറിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് 1 ഓവർ ആണ്. അതുപോലെ തന്നെ റൺസ് എത്ര റൺസാ, 20 റൺസ് ആണ് ഇന്റർവെൽ അല്ലെ. സോ ഓരോ ഓവറിലും എത്ര റൺസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് നോക്കൂ. 20 ഓവർ ആയപ്പോഴും റൺസ് എത്ര കിട്ടിയിട്ടുള്ളത്, 140 റൺസ് കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് 140 റൺസ്, അബൌട്ട് 140 സംതിങ് റൺസ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെ. സോ ഒരു 20-20 മാച്ചിന്റെ ക്രിക്കറ്റ് മാച്ചിന്റെ ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്, ഓരോ ഓവറിലും എത്ര റൺസ് ഇവിടെ അവര് ഓരോ കളിക്കാർ എടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഓരോ ഓവറിലും കിട്ടുന്ന റൺസ്. സോ അതൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് കളി കണ്ടില്ലെങ്കിലും, അതായത് കളി ലൈവായിട്ട് കണ്ടില്ലെങ്കിലും എന്ത് കാണാൻ പറ്റും, ഈ ഗ്രാഫ് നോക്കിയാൽ അവരുടെ പ്ലേ എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ പ്ലേ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവരെന്തായിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ടോ അതോ മോശമായിരുന്നോ, നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഈ ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും. ക്ലിയർ? സോ ആ ഗ്രാഫിന്റെ ഒരു ഷേപ്പ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഒരു 3 ഓവർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ആയിട്ടുണ്ട്, പിന്നെയാണ് അതായത് 10 ഓവർ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റിൽ പോകുന്നത് അല്ലെ. എന്നാലും റണ്ണ് ഒരു എടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, റൺസിന്റെ സ്ട്രെങ്ത് കുറവാണ്. ക്ലിയർ? സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് തന്ന ഇൻഫർമേഷൻ ലിങ്ക്സ് എന്താണ്, ഓവർ ദെൻ റൺസ്. അപ്പൊ ഓരോ ഓവറിലും അടിച്ച റൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു ഗ്രാഫിന്റെ യൂസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അതിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ? സോ ഒരു ഗ്രാഫിൽ എന്തൊക്കെയാണ് ഉള്ളത്, സോ അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഓരോ ഗ്രാഫിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്, സോ ആ കാര്യങ്ങളൊന്ന് നോക്കാം. ക്ലിയർ? സോ ഒരു ഗ്രാഫിന് 2 ആക്സിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ? 2 ആക്സിസ്, ഒരു വെർട്ടിക്കൽ ആക്സിസും ഒരു ഹൊറിസോണ്ടൽ ആക്സിസും. സോ ഈ 2 ആക്സിസ് നമ്മൾ ഒരു ആരോ മാർക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ? സോ ഹൊറിസോണ്ടൽ ആക്സിസിനെ ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള ഹൊറിസോണ്ടൽ ആക്സിസിലെ റൈറ്റ് ഭാഗത്തേക്കുള്ള ഈ ആക്സിസ് ഞാൻ എക്സ് ആക്സിസ് എന്ന് വിളിക്കുന്നു. എക്സ് എന്ന് കൊടുത്തു. സെന്ററിനെ ഞാൻ ഒറിജിൻ എന്ന് വിളിക്കും. ഒറിജിൻ ദാറ്റ് ഈസ് ഒ. ഒറിജിൻ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒ. ക്ലിയർ? അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിലെ ലെഫ്റ്റ് ഭാഗത്തുള്ള ആക്സിസ് ഞാൻ എക്സ് ഡാഷ് എന്ന് വിളിക്കുന്നു. എക്സ് ഡാഷ്, അതായത് എക്സിന്റെ മുകളിൽ എന്തായിരിക്കും, ഒരു വര ഉണ്ടായിരിക്കും. ക്ലിയർ? ഒരു ഹൈഫൻ, ദാറ്റ് ഈസ് എക്സ് ഡാഷ്. സോ എക്സ് ഡാഷ് ഒ എക്സ്, ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്, ദാറ്റ് ഈസ് എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ് ഡാഷ്. അപ്പൊ റൈറ്റിൽ എക്സ്, ലെഫ്റ്റില് എക്സ് ഡാഷ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസില്, കുത്തനെയുള്ള ആക്സിസില് എന്താണ്, വൈ ആണ് കൊടുക്കുന്നത്. വൈ, ക്യാപിറ്റൽ ലെറ്റർ വൈ. അതുപോലെ താഴെ ഞാൻ എന്താ കൊടുക്കുന്നത്, വൈ ഡാഷ്, അതായത് വൈന് മുകളിൽ ഡാഷ്, ദാറ്റ് ഈസ് വൈ ഒ വൈ ഡാഷ്. ക്ലിയർ? സോ ഇതെന്താണ്, വെർട്ടിക്കൽ ആക്സിസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതായത് എക്സ് ആക്സിസിൽ
നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ലിങ്ക് എക്സ് ആക്സിസിൽ കൊടുക്കുക, ഒരു ഇൻഫർമേഷൻ എക്സ് ആക്സിസിൽ കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുക, വൈ ഇൻഫർമേഷൻ വൈ ആക്സിസിൽ കൊടുക്കുക. സോ ഈ ഗ്രാഫിൽ ഞാൻ പോയിന്റ് അടയാളപ്പെടുത്തുന്നത്. സോ എക്സ് ആക്സിസിൽ എന്തായിരിക്കും, നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ആണ് എഴുതേണ്ടത്. ക്ലിയർ? പോസിറ്റീവ് വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് 0, 1, 2, 3 ഇതൊക്കെ ഈ ഭാഗത്തേക്കും, ഇങ്ങോട്ട് അത് ലെഫ്റ്റ് ഭാഗത്തേക്ക് എക്സ് ഡാഷ് ഓ എക്സ് ഡാഷ് ആക്സിൽ നമ്മൾ എഴുതുന്നത് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുന്നത് -1, -2, -3 ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നെഗറ്റീവ് വാല്യൂസ്. അതുപോലെ തന്നെ വൈ ആക്സിലും മുകളിലേക്ക് പോസിറ്റീവ് വാല്യൂസും താഴേക്ക് നെഗറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ എഴുതുന്നത്. -2, -3, -4 ഇങ്ങനെ താഴേക്ക് -5 ഇങ്ങനെ താഴേക്ക് നെഗറ്റീവ് വാല്യൂസ്. ക്ലിയർ? സോ ഈ ഭാഗത്ത് മൊത്തം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഈ ഭാഗത്ത് പോസിറ്റീവ് ഉണ്ടായിരിക്കും, നെഗറ്റീവ്. അത് ഒരു ഭാഗത്തെ വാല്യൂ പോസിറ്റീവും ഒരു ഭാഗത്തെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ഭാഗത്ത് എന്തായിരിക്കും, കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഓ എക്സ് ആക്സിസും പോസിറ്റീവ് ആണ്, ഓ വൈ ആക്സിസും പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഉള്ള വാല്യൂസ് ഒക്കെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ആക്സിസിൽ പോസിറ്റീവ് ആണ്, ഈ ആക്സിസിൽ നെഗറ്റീവ് ആണ്. സോ ഇവിടെ എന്തുണ്ടായിരിക്കും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. ക്ലിയർ? സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഭാഗത്താണ്. സോ ഇവിടെ എന്തായിരിക്കും, മൊത്തത്തിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? സോ ഒരു ഗ്രാഫിൽ ഇങ്ങനെയാണ് വാല്യൂസ് അടയാളപ്പെടുത്തുന്നത്. നന്നായി ശ്രദ്ധിക്കുക. വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ വൈ ഓ വൈ ഡാഷ് എടുക്കുകയാണെങ്കിൽ വൈ ഓന്റെ ഒറിജിന്റെ മുകളിലോട്ട് വൈ ആക്സിന്റെ പോസിറ്റീവ് വാല്യൂസും ഓന്റെ താഴോട്ട് ഒറിജിന്റെ താഴോട്ട് വൈ ഡാഷ് ആക്സിന്റെ നെഗറ്റീവ് വാല്യൂസും. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓ കഴിഞ്ഞിട്ട് ഓ എക്സ് ആക്സിസില് റൈറ്റ് ഭാഗത്തേക്ക് പോസിറ്റീവ് വാല്യൂസും ഓന്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നെഗറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രാഫിൽ നമ്മൾ പോയിന്റ്സ് അഥവാ വാല്യൂസ് അടയാളപ്പെടുത്തുന്നത്. സോ ഇത് 1, 2, 3 ആണെന്ന് നിർബന്ധമില്ല. അതിന് ഇന്റർവെൽസ് മാറാം. 5, 10, 15 അങ്ങനെ ആവാം. അതുപോലെ തന്നെ 10, 20, 30, 40 അങ്ങനെ ആവാം. 100, 200, 300, 400 അങ്ങനെ എത്രയാവാം. സോ ഇന്റർവെൽസ് നമുക്ക് ഇഷ്ടമുള്ള ഇന്റർവെൽസ് എടുക്കാം. സോ കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൽസ് എടുക്കണം. അതായത് രണ്ട് വാല്യൂകൾ തമ്മിലുള്ള ഇന്റർവെൽസ് ഇടവേള എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. അതായത് ഒന്നുകിൽ 1 കൂടി വരാം, അല്ലെങ്കിൽ 5 കൂടി വരാം, അല്ലെങ്കിൽ 10 കൂടി വരാം, അല്ലെങ്കിൽ 100 കൂടി വരാം, അല്ലെങ്കിൽ 50 കൂടി വരാം. ഓക്കെ, കറക്റ്റ് ഒരു നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ എല്ലാ ഭാഗത്തും വാല്യൂസ് എടുക്കേണ്ടത്. ക്ലിയർ? അതിന്റെ ഇന്റർവെൽസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതുപോലെ വാല്യൂസ് അടയാളപ്പെടുത്തുന്ന ഭാഗത്തും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. സോ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന അഥവാ ക്രോസ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒറിജിൻ എന്ന് വിളിക്കുക കേട്ടോ. ഒറിജിൻ. ഓക്കെ, origin is the point where x and y axis are meet. എക്സും വൈയും ആക്സിസുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ വിളിക്കുക ഒറിജിൻ എന്ന് വിളിക്കുക. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സ് ഡാഷ് ആക്സിസും വൈ ഡാഷ് ആക്സിസും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെല്ലാം ക്രോസ് ചെയ്യുന്ന സെന്റർ പോയിന്റ് നമ്മൾ വിളിക്കുക ഒറിജിൻ. അതിന് നമ്മൾ O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ ആക്സിസിനെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആക്സിസിനെ വൈ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ? മനസ്സിലാക്കിയിരിക്കുക. സോ ഗ്രാഫിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, ഒറിജിൻ O. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. അതായത് ഒറിജിൻ റൈറ്റ് സൈഡ് പോസിറ്റീവ് എക്സ് ആക്സിസും ഒറിജിൻ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് എക്സ് ആക്സിസും. അതുപോലെ തന്നെ ഒറിജിൻ അപ്പ് സൈഡ് പോസിറ്റീവ് വൈ ആക്സിസും ഒറിജിൻ ഡൗൺ സൈഡ് അഥവാ ഒറിജിൻ താഴെ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആക്സിസും അഥവാ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുന്ന വൈ ആക്സിസുമാണ് അഥവാ വൈ ഡാഷ്. ക്ലിയർ? സോ ഇത്രയാണ് ഗ്രാഫിനെ കുറിച്ച് പറയാനുള്ള ബേസിക് കാര്യങ്ങൾ. സോ ഗ്രാഫിന്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. So today we are winding our class. So on the next class we will discuss more about graph. ഗ്രാഫിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. സോ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കുക, അതുപോലെ തന്നെ ഗ്രാഫ് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഒരുപാട് ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. സോ ഈ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രോബ്ലം, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്രോബ്ലം തരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ അത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അതെല്ലാവരും ചെയ്യാം. സോ എല്ലാവരും അസൈൻമെന്റ് എഴുതി അയച്ചു തരിക. സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.